എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചക്ക കൊണ്ട് ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞങ്ങൾ പറയുന്നത് അതിന് ചക്കപ്പൂർണ്ണം എന്നാണ്. അത് വെറുതെ കഴിക്കാം, പിന്നെ അട പോലെ ഉണ്ടാക്കാം, പിന്നെന്താ ചപ്പാത്തിയിൽ റോൾ ചെയ്യാം, വെറുതെ കഴിക്കാം. വെറുതെ കഴിക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. എന്നാലും അങ്ങനെയും ചെയ്യാം. ഇത് കുറച്ച് ദിവസം വെക്കാൻ പറ്റുമോ? ഒരു കഷ്ടിച്ച് ഒരു മാസം വെക്കാം, അതിൽ കൂടുതൽ ഇരിക്കില്ല. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതെന്താ പരിപാടി? ഞാൻ ചക്കപ്പൂർണ്ണം ഉണ്ടാക്കാൻ പോവാണ്. അതിനാദ്യം ചക്ക മുറിച്ച് ഇതേമാതിരി കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ ചെയ്യണ പോലെ ചെറുതായി മുറിക്കാം. പൂർണ്ണത്തിലാണ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടിതിനെ സ്റ്റീമറിലേക്ക് വാരിയിടുകയാണ്. ഒരു 10 മിനിറ്റൊക്കെ ധാരാളം. ഒന്ന് ആവി കയറി കിട്ടേ വേണ്ടു, ഒന്ന് സോഫ്റ്റ് ആവുക അല്ലേ? സോഫ്റ്റ് ആയി വെന്തിട്ടാവുക. ഇത് അരക്കണ്ട, ഒന്നും ചെയ്യണ്ട. പിന്നെ ആദ്യം നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. ചക്ക ചെറുതായി മുറിച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. വെള്ളം ഒരുക്കാനാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വലിയ അച്ചാണല്ലോ അല്ലേ? അതെ, ഒരു 10 അച്ച 12 അച്ച 1 കിലോയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ 5 എണ്ണമായ ഏകദേശം 1/2 കിലോ ആയി. 6, 7, 8, 2 കൂടിയിട്ടാണ് കേട്ടോ. ഏത് 2? വെട്ടാൻ ഇത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഉരുക്കാൻ വെച്ചിരിക്കണം. ഉരിച്ചിട്ട് അരിക്കണം. അരിയിൽ കല്ലുണ്ടാവും. എന്നിട്ട് അതിനെ പാവാക്കണം. വെള്ളം ഉരുക്കി കഴിഞ്ഞു. ഞാൻ ഇതിനെ അരിക്കുകയാണ് കേട്ടോ. ഇനി എന്താ പരിപാടി? ഞാൻ ചക്കപ്പൂർണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ അരിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴേ ഉരുക്കിയത് മുഴുവൻ ഉപയോഗിച്ചില്ലല്ലോ? മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ച്. ഞാൻ ഈ ചെയ്യണതിന് ഒരു 1/4 കിലോ വെല്ലേ വേണ്ടിയുള്ളൂ. മധുരം ഓരോർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടിട്ട് ഇതിൽ വേണം. നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഇതിൽ പൂർണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അരിച്ച് പാത്രത്തിലിട്ടിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഒരുവിധം പാവായ വെല്ലമാണ്. ഇത് ചക്ക വേവിച്ചത് ആവി കയറ്റി ശരിയാക്കിയതാണ്, വെള്ളം ഒഴിച്ച് വേവിച്ചതല്ല. അത് നല്ലോണം തിളച്ച് പാവാകുമ്പോൾ ഇതിനെ അതിൽ കൊട്ടണം. ഇതിനെ ഉടയ്ക്കണം. അങ്ങനെ അല്ല, ഇതിങ്ങനെ ഇരുന്നാൽ ഇത് നല്ലോണം അതിൽ വരട്ടിയിട്ട് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റായിട്ട് കടിക്കാനുണ്ടാവും. ഓക്കെ ഓക്കെ. ഇത് പാവാവട്ടെ. നല്ല കുറുകണോ? കുറച്ച് നല്ലോണം കുറുകിക്കോട്ടെ. ഓക്കെ. ഇതിലെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കാണിക്കാം. പാവ് ഏകദേശം ഇങ്ങനെ ആവുമ്പോൾ ചക്ക ഒഴിച്ചതിന് ഇതിൽ പൊടിയിടാം. ഇനി ഇതിനെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം ആ ചക്കയിൽ കിടന്നിട്ട് നല്ലോണം അതിൽ ഇത് ഇങ്ങനെ കുറുകി കുറുകി വരണം കേട്ടോ.
ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതന്ന് അമ്മ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അടച്ച് വെച്ച് നമ്മുടെ പണിക്ക് പോയതാട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് ആ ചക്ക. അതിൽ കിടന്നിട്ട് നന്നായി വേവാൻ തുടങ്ങിയതിൻ്റെ എഫക്റ്റാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അമ്മ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ ഇത് കണ്ടോ, ആ തിക്നെസ്സൊക്കെ നല്ലോണം മാറുന്നത്, നല്ലോണം ആ ചക്ക ആ ശർക്കരയോട് കൂടിയിട്ട് ചേർന്ന് തുടങ്ങി. ഇത് ഏകദേശമായി. ഇനി ഞാൻ ഇതിൽ ചെറിയ വെച്ച് തേങ്ങ കൂട്ടുകയാണ് കേട്ടോ. എത്ര തേങ്ങ ഉണ്ടാവും? കഷ്ടിച്ച ഒരു തേങ്ങയുടെ ഇതുണ്ട്. ഇത് മുഴുവൻ വേണമെന്നില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചാ. അതെ, എത്ര നമ്മൾ ചെയ്യണം അതിനനുസരിച്ച് നോക്കിയിട്ട്. ഇനി ഇതിനെ നന്നായി യോജിച്ച് ഇളപ്പിച്ചിട്ട് ഈ തേങ്ങയും അതിൽ കൂടി പിടിക്കട്ടെ. വെള്ളം മുഴുവൻ ചക്കയിൽ ഏകദേശം ചേർന്ന് കഴിഞ്ഞു. ഇപ്പം ഈ തേങ്ങയും കൂടി ഒന്ന് ചേർന്ന് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് വാങ്ങി വയ്ക്കാം. കുറച്ചുകൂടി ആയിക്കോ. 1 സ്പൂൺ നെയ്യ് ഇതിലുണ്ട് കേട്ടോ. അതുകൂടി അതിൽ കൂടി ഒഴിച്ചോട്ടെ. നല്ലോണം ഒന്ന് വറ്റിക്കോട്ടെ നന്നായിട്ട്. വെള്ളം ഇറങ്ങിക്കോട്ടെ. അടിയിലൊന്നും ഒട്ടാതിരിക്കാൻ പറ്റുന്നല്ലേ. അതിനാണ് നെയ്യ് ഒഴിക്കുന്നത്. പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടി ആവുമ്പോൾ നന്നായിരിക്കും. കുറച്ച് കടിക്കാനും ഉണ്ടാവും അതിൽ. ആവാറായോ? ആ, ഏകദേശം ആവാറായി. നല്ല കുറുകി വന്നിട്ടുണ്ടല്ലേ. കുറുകി വന്നു അല്ലേ? കുറുകി നന്നായിട്ട് കുറച്ചുകൂടെ വറ്റിക്കോട്ടെ. ഇത് എത്ര ദിവസം ഇരിക്കും? ഒരുപാട് മാസങ്ങളൊന്നും വെച്ച് ഇരിക്കാൻ പറ്റില്ല. ഏറിയത് 1 മാസം മുമ്പ് എടുക്കണം. ഓക്കെ. തേങ്ങയൊക്കെ അങ്ങനെ ഇടുന്നതല്ലേ, അതുകൊണ്ട്. നെയ്യ് ആവശ്യം പോലെ ഒഴിക്കാട്ടോ. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഉള്ളൂ. ആവുന്നിടത്തോളം ഇതിലത്തെ വെള്ളം വറ്റിച്ചെടുക്കുക. ചെറുതായിട്ടും കൂടി ഉണ്ട് തോന്നുന്നു. കുറച്ചും കൂടി ഇരുന്നത് വെള്ളം വറ്റണവരെ കൊടുക്കാം. വെള്ളം വറ്റണത്തെ മയം ഇതൊക്കെ പോകണം. തേങ്ങയും കൂടി ഇട്ടതല്ലേ, അതും കൂടി ഒന്ന് വരണ്ട് വന്നോട്ടെ. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ വേണ്ടവർക്ക് ഇടാം. പൂർണ്ണം റെഡിയായി. ഞാൻ ഇതിനെ മണക്കാണ്. ഇത് തണുത്തിട്ട് പാത്രത്തിലാക്കി ആവശ്യം പോലെ ഉപയോഗിക്കാം. ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. അതാട്ടോ ചക്കപ്പൂർണം. കാണുമ്പോൾ കൊതിയായിട്ട് വയ്യ എനിക്ക്. ഇന്നത്തെ വിഭവം ചക്ക വരട്ട. വേണ്ടോ, ചക്ക വരട്ടിയതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത് കേട്ടോ. നമ്മുടെ ചക്ക വരട്ടിയത് നല്ലൊരു 1.5 ചക്ക വരട്ടിയതാട്ടോ. ഇതാണ് അമ്മ വരട്ടി വെച്ച ചക്ക. സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചക്ക വരട്ടലും ചക്ക വരട്ടുന്നതിൻ്റെ വിശേഷങ്ങളും എത്ര ദിവസം പ്രിസർവ് ചെയ്ത് വെക്കാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുമല്ലോ. ചക്ക വരട്ടാൻ ചുള പറിച്ചിട്ട് ചെറുതായി ചീന്തി എടുക്കണം കേട്ടോ. ചക്ക കിട്ടിയ നമ്മുടെ 2-3 വിഭവങ്ങളിൽ പെട്ടതാട്ടോ അതൊക്കെ. ചക്ക വരട്ടിയതും ചക്കപ്പൂർണം
ചക്ക ദോശ. ചക്ക ദോശ. അമ്മ ഇനി എന്താ ചെയ്യാൻ പോണേ? ഞാനാ ആ ഇത് വരട്ടാനുള്ളതിനെ സ്റ്റീമറിൽ വെക്കുകയാണ് കേട്ടോ. ഇതിനെ ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് നല്ലോണം ആവി കയറ്റി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ചൂടാറിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം. എത്ര മിനിറ്റ് ഇതിപ്പോൾ സ്റ്റീം ചെയ്യും? വേവുന്നവരെയോ? ഒന്ന് തുറന്ന് നോക്കിയാൽ നമുക്ക് അറിയും, അത് അരയ്ക്കാനുള്ളതല്ലേ. അരച്ച് ഇത് കത്തിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ചക്ക വേവിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ആവി കയറ്റിയ ചക്കയാണ് അല്ലേ? അതെ, ആവി കയറ്റിയ ചക്കയാണ്. ചക്ക അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു 3/4 കിലോ വെല്ലം ഉരുക്കിയതാണ്. ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. അരിച്ചൊഴിക്കുകയാണ് കേട്ടോ. കണ്ടോ, 1/2 കിലോ നല്ലോണം വേണ്ടി വരും. ഇനി ഇത് കുറുക്കുവോ? ഇത് കുറുക്ക് നന്നായിട്ട് പാവാവണം. നല്ലോണം പാവമായിട്ട് അത് കൊട്ടാം. കമ്പിപ്പരുവം പോലെ ആണോ? നല്ലോണം ആവണം. അതിനനുസരിച്ചിട്ട് ഇത് പെട്ടെന്ന് ആയിക്കിട്ടും. ഓക്കെ, നല്ലോണം ഉരുക്കി ഒഴിച്ചു. ഇത് നല്ലോണം കട്ടിയായി. ഒരു തുള്ളി വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇടുമ്പോൾ നല്ലോണം കട്ടിയാവണം. പകുതി ആയിട്ടുള്ളൂ. ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് കല്ല് പോലെ ആവണം. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തെറിക്കില്ല. ചക്ക വേവിച്ചതിനെ നന്നായിട്ട് വെള്ളം കളഞ്ഞ് കറിയോളം അതിനെ വരക്കണം. എന്നിട്ടിടുന്നത് ഞാൻ വെള്ളമില്ല, വെള്ളമില്ലാതെ അരച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇടാൻ പോകുന്നത്. അയ്യോ ഇല്ല, കല്ലാവണം. പാവാറായോ? ഒരുവിധം പാവം മുറുകി വന്നു. ആ ചക്ക ഇതിലിടണം. കുറച്ച് നെയ്യിടുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ നെയ്യിടുന്നുണ്ട്. കണ്ടില്ലേ? ചക്ക ഇതിൽ കൊട്ടുകയാണ് കേട്ടോ. ചക്ക അതിലേക്ക് ചേർക്കണം. ഇങ്ങനെ ഒന്ന് കഴിച്ചിട്ടടിക്കണ്ട. ഇങ്ങനെയായ ഒരുപാട് തെറിക്കില്ല. പിന്നെ തീ നല്ലോണം മീഡിയത്തിൽ വെച്ചിട്ട് ഇറക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് എത്ര സമയം വെക്കണം? അത് ഒരുവിധം നല്ലോണം പാത്രത്തിൽ നിന്ന് വിടോളം വയ്ക്കണം. നല്ല കട്ടിയാക്കിയിരുന്നാലേ അത് കുറേ നാൾ 1 വർഷത്തോളം ഇരിക്കുള്ളൂ. നെയ്യോ എന്തെങ്കിലും ചേർക്കുമോ? നെയ്യിട്ടു, 1 സ്പൂൺ നെയ്യിട്ടില്ലേ. ഞാൻ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാൻ. അടി പിടിക്കാനിരിക്കും. പിന്നെ അത് കേട് വരാതിരിക്കും. ആദ്യമൊക്കെ ചക്ക വേവിച്ചാൽ അരക്കില്ല, മത്ത് വെച്ച് ഉടക്കിയുള്ളൂ. ഇപ്പോൾ അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിക്സിയിൽ വെച്ച് അരക്കുകയാണ്. അരച്ചിട്ട് നല്ലോണം നിറമ്പ് ഇടുക. അപ്പം തെറിക്കില്ല. ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അടി പിടിക്കാതെ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അല്ലേ? ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. കുഴപ്പമില്ല. അടി കരിയാതെ നോക്കണം.
പണ്ടൊക്കെ വരട്ടുമ്പോൾ എന്ത് ചെയ്യും, ചക്ക ഇങ്ങനെ അരയ്ക്കൊന്നുമില്ല. ചക്ക ആദ്യം വേവിക്കും. വേവിച്ചിട്ട് വേണമെങ്കിൽ വെള്ളത്തിനെ അരിച്ച് അങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ വലിയ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ട് കൂട്ട് നിന്ന് ഇളക്കണ അടുപ്പാണ്. അതിൽ കയ്യിലേക്കൊക്കെ നന്നായിട്ട് ചളുക്ക് പിളുക്കുന്ന തെറിക്കും. അപ്പം എന്ത് ചെയ്യും, ഒരു തോത്തമ്മ തരും അമ്മായിയമ്മ. അത് കെട്ടിക്കോളാൻ പറയും. കയ്യിൽ തോളിന്ന് പടം വരെ കെട്ടിയിട്ട് അത് എന്നിട്ടാണ് ഇളക്കുക. അപ്പോൾ നമ്മളുടെ കൈ പൊളിയില്ല. അങ്ങനെയായിരുന്നു ഒരു കാലം. ഇപ്പോൾ ആധുനിക സൗകര്യങ്ങൾ കൊണ്ട് ചക്ക നന്നായി വേവിക്കുക, അരയ്ക്കുക, വേലപ്പാവ് നന്നായി മുറുക്കുക, എന്നിട്ടിത്. അപ്പം പണികൾ പകുതി മുക്കാലും കുറവ്. പക്ഷെ ഇത് ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. നല്ലോണം കുറുകി പാത്രത്തിൽ നിന്ന് വേറിടണം. അങ്ങനെ ഇരുന്നാൽ അത് 1 കൊല്ലോ 2 കൊല്ലോ കനങ്ങാണ്ട് കേട്. പക്ഷേ അത് നല്ല പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ എയർ കിടക്കാത്ത പാത്രത്തിലോ ആക്കിയിട്ട്, പണ്ടൊന്നും ഫ്രിഡ്ജില്ല, അപ്പോൾ അത് പാത്രത്തിലാക്കി ഓയിൽ കവർ കെട്ടി അങ്ങനെ വൃത്തിയായി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. ചക്കയുടെ കളറൊക്കെ മാറിയില്ലേ? ചക്കയുടെ കളറൊക്കെ മാറി. എനിക്കത് കറുപ്പ് കളറിലാവും. ഇത് അമ്മ ഉണ്ടാക്കിയ നെയ്യ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ്. 1 സ്പൂൺ കൂടി ഇതിൻ്റെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അടി പിടിക്കാതിരിക്കും, കേട് വരാതിരിക്കും. അതിനാണ് എനിക്ക് നെയ്യ് ചേർക്കുന്നത്. കഴിക്കണേ. ആവണമല്ലോ, നല്ല ഓണം കുറുകണ്ടേ? ആണ്. ചെറുതീയിൽ വെച്ചാൽ മതിയേ. ഇതൊക്കെ ആവട്ടെ. ഏകദേശം ആവാറായി. ഇപ്പോൾ ഒന്നിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വയ്യായെങ്കിൽ ഈ വെല്ലം ഇട്ടിട്ട് കുറച്ച് ചെയ്തിട്ട് 2-3 ദിവസം കൊണ്ട് പരത്തിയാലും വിരോധമില്ല. മെല്ലെ മെല്ലെ അങ്ങോട്ട് ആവില്ല എന്നൊക്കെ തോന്നിയാൽ വെല്ലം ഇട്ടിട്ട് നല്ലോണം പകുതി വരണ്ട് കഴിഞ്ഞാൽ നിർത്തിയിട്ട് പിറ്റേ ദിവസം ഒന്നിച്ച് ഒരേ ട്രിപ്പിൽ നിങ്ങൾ വയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വിരോധമില്ല. ചെറിയ തീതിലോട്ട് ഇട്ട് വെച്ചിട്ട് നമ്മളെ പണി നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇറക്കിയാണ്. ഇതിലിപ്പോൾ അധികം നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല അല്ലേ? 3 സ്പൂൺ ഒഴിച്ചു. 3 സ്പൂൺ. നെയ്യ് ജാസ്തിയാവില്ല എത്രയായാലും. ഞാൻ അപ്പോൾ കഴിച്ചിട്ടേ തൽക്കാലം നിർത്താൻ പോവാണ്. അത് തണുത്ത നല്ലോണം കട്ടിയായിരിക്കും. ഇല്ല പറഞ്ഞാൽ ഒന്നും കൂടി ചൂടാക്കി ശരിയാക്കാൻ ചെയ്യണം. ഇത് എപ്പോഴും അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ അല്ലേ? അല്ലെങ്കിൽ അടി പിടിക്കും. അടിക്കാനും വേണം. ഇളക്കൽ വിടാനും പാടില്ല. കയ്യിന് നല്ല അധ്വാനമാണ് അല്ലേ? പക്ഷെ ടേസ്റ്റ് സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ എന്താ തണുത്ത് കഴിഞ്ഞപ്പോൾ ചക്ക പാത്രമൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു എയർ ടൈറ്റ് ബോക്സിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളുള്ളായിരിക്കും. എല്ലാവരും ഇതുണ്ടാക്കി നോക്കും, കഴിച്ച് നോക്കി അഭിപ്രായം പറയും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.